വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് തിരുവനന്തപുരം നന്ദൻകോട് ബിവറേജസ് ഔട്ട്ലെറ്റ് തുറക്കേണ്ടതില്ലെന്ന് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ ഉത്തരവിട്ടു. ഇതേ തുടർന്ന് വിദ്യാർത്ഥികൾ നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചു. ഔട്ട്ലെറ്റ് തുറന്നാൽ ഇനിയും സമരം ആരംഭിക്കുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. നന്ദൻകോട് ഹോളി ഏഞ്ചൽ സ്കൂളിന് മുന്നിൽ പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ച ബെവ്കോ ഔട്ട്ലെറ്റ് തുറക്കേണ്ടതില്ലെന്ന് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ ഉത്തരവിട്ടു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ആരംഭിച്ച വിദ്യാർത്ഥിനികളുടെയും രക്ഷിതാക്കളുടെയും സമരം പിൻവലിച്ചു. നന്ദൻകോട് സ്കൂളിന് സമീപത്ത് ഇന്നലെ രാവിലെയോടെയാണ് സമരം ആരംഭിച്ചത്. റെസിഡൻസ് അസോസിയേഷന്റെ പിന്തുണയോടെയാണ് സമരം നടന്നത്. ഇനി ഇവിടെ ബിവറേജ് ഔട്ട്ലെറ്റ് തുറന്നാൽ അതിശക്തമായ സമരമുണ്ടാകുമെന്ന് വിദ്യാർത്ഥിനികൾ പറഞ്ഞു. ഇവിടെ വന്ന് നമ്മൾ വീണ്ടും പ്രൊട്ടസ്റ്റ് ചെയ്ത് നമ്മളെ സ്കൂളിന്റെ മുമ്പിൽ, ബാങ്കിന്റെ മുമ്പിൽ, ഈ റെസിഡൻസിന്റെ മുമ്പിൽ ഒന്നും ഇനി ഈ മദ്യ ഷോപ്പിംഗ് ഇവിടെ നടക്കത്തില്ല. നല്ല സന്തോഷമുണ്ട്, സമരം വിജയിച്ചതിൽ നല്ല സന്തോഷമുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് കോർപ്പറേഷൻ ഇന്നലെ ബിവറേജ് ഔട്ട്ലെറ്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. കോർപ്പറേഷന്റെ അനുമതിയില്ലാതെയാണ് വിദ്യാർത്ഥിനികൾ മാത്രം പഠിക്കുന്ന സ്കൂളിന് സമീപം ബിവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങാൻ തീരുമാനിച്ചത്. ദേശീയപാതയോരത്തെ ബിവറേജ് ഔട്ട്ലെറ്റുകൾ മാറ്റിസ്ഥാപിക്കണമെന്ന കോടതി വിധിയെ തുടർന്ന് ഉൾപ്രദേശങ്ങളിലേക്കാണ് ബെവ്കോ ഔട്ട്ലെറ്റുകൾ മാറ്റുന്നത്. എന്നാൽ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും മദ്യശാലകൾക്കെതിരെ കടുത്ത പ്രതിഷേധമുയരുന്നത് ബിവറേജസ് കോർപ്പറേഷനെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.